ആൾ ദൈവത്തിന്റെ കാലിനടിയിലെ മണ്ണ് വാരാൻ പോയ ആളുകളാണ് ഏറ്റവും കൂടുതൽ മരണപ്പെട്ടത് എന്നുള്ളതാണ്. ആരാണ് ഈ നാരായൺ സഗർ ഭോലെ ബാബ എന്നറിയപ്പെടുന്ന തട്ടിപ്പ് ആൾ ദൈവം? നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടിവിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഉത്തർപ്രദേശിലെ ഹാത്രസിൽ ഉണ്ടായ അപകടത്തിൽ ഏതാണ്ട് 125ഓളം ആളുകളാണ് മരിച്ചത്. അതും ഒരു ആൾ ദൈവത്തിന്റെ കാലിനടിയിലെ മണ്ണ് വാരാൻ പോയ ആളുകളാണ് ഏറ്റവും കൂടുതൽ മരണപ്പെട്ടത് എന്നുള്ളതാണ്. കുറെ കാലങ്ങളായി നമ്മുടെ ചാനലിൽ ഈ ആൾ ദൈവങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആരാണ് ഈ നാരായൺ സഗർ ഭോലെ ബാബ എന്നറിയപ്പെടുന്ന തട്ടിപ്പ് ആൾ ദൈവം? കടപ്പുറം സുധാമണി അമൃതാനന്ദമയി ആയതുപോലെ, തോക്ക് സ്വാമി ഭദ്രാനന്ദ സ്വാമി ആയതുപോലെ, വെറും ഗോപാലൻ സ്വാമി നിത്യാനന്ദി ആയതുപോലെ, ഇങ്ങനെ സാധാരണ പേരിന്റെ കൂടെ ഒരു നീട്ടിയുള്ള ഒരു പേരുകളുമൊക്കെ ഇട്ട് നേരെ സ്വയം ആൾ ദൈവം ചമയുന്നതാണ് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഒരു വിഷയം എന്ന് തോന്നുന്നു. കാരണം മതങ്ങൾ ഈ പറയുന്ന ആളുകളെ ഒന്നും ത്യജിക്കുന്നതുമില്ല, കൊള്ളുന്നതുമില്ല. ഇവർ ഇവരുടേതായിട്ടുള്ള ലോകം കണ്ടെത്തുന്നു. ചില മതങ്ങൾ ഇവരെ കൂട്ടുപിടിക്കുന്നു. കാരണം അത്രത്തോളം അവർ വളർന്നു വലുതാകും. ഉത്തർപ്രദേശില് പോലീസിൽ വെറും ഒരു കോൺസ്റ്റബിൾ ആയിരുന്ന സൂരജ് പാൽ സിംഗ് എന്ന് പറയുന്ന ആൾ, ആഡംബരത്തിന്റെ പര്യായമായിരുന്ന ആ സൂരജ് പാൽ സിംഗ്, അയാൾ ഒരു സുപ്രഭാതത്തിൽ പോലീസിൽ നിന്ന് പെട്ടെന്ന് രാജിവെക്കുന്നു. പോലീസിൽ നിന്ന് രാജിവെച്ചിട്ട് ഉത്തർപ്രദേശിലുള്ള അയാളുടെ വീട്ടിലേക്ക് പോകുന്നു. ആ വീട്ടിൽ ചെല്ലുന്നു. സുഹൃത്തുക്കളെയും കൂടെ ജോലി ചെയ്തിരുന്ന ചില സഹപ്രവർത്തകരെയും ഒക്കെ വിളിച്ച തനിക്ക് ദിവ്യശക്തി ഉണ്ടെന്നും പണ്ട് സായിബാബ കാണിച്ചതുപോലെ മുഖം ഇങ്ങനെയൊന്ന് തുടയ്ക്കും. ഈ തുടയ്ക്കുന്ന സമയത്ത് അതുവരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സായിബാബയ്ക്ക് അനക്കമില്ല. ഈ മുഖം തുടയ്ക്കുമ്പോൾ ഈ കയ്യിൽ നിന്ന് ഒരു ഗോളം വായ്ക്കുള്ളിലേക്ക് പോകും. അത് കഴിഞ്ഞൊരു ചിരിയൊക്കെ ചിരിച്ചിട്ട് ഈ വായ്ക്കുള്ളിൽ നിന്ന് ഗോളം എടുക്കും. ഷട്ടിൽ ഇങ്ങനെ തടവിയാൽ തിരിച്ച് കൈ ഇങ്ങനെ കാണിക്കുമ്പോ ഭസ്മം വരും. ഇവിടെ അന്തരീക്ഷത്തിൽ നിന്ന് വൃക്ഷത്തൈ ഉണ്ടാക്കി അതിൽ മാങ്ങ ഉണ്ടാക്കുന്ന ഒരു സാധാരണ മാന്ത്രികനുള്ള നാടാണ് നമ്മുടെ നാട്. ഇങ്ങനെയുള്ള ചെപ്പടി ജാലവിദ്യകൾ, ഈ ജാലവിദ്യകൾ കാണിച്ചാൽ ഏതാണ്ട് തനിക്ക് ദിവ്യശക്തി ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ പുറകെ വരും എന്നുള്ളതാണ് സത്യം. അതും വെറും 80,000 പേർക്ക് അവിടെ അനുമതി ഉണ്ടായിരുന്ന സമ്മേളന സ്ഥലത്ത് തടിച്ചുകൂടിയത് 2 ലക്ഷത്തോളം ആളുകൾ, സ്ത്രീകളും കുട്ടികളും. ഈ ആൾക്കാരുമൊക്കെ ഇത്രയും ബോധമില്ലാത്തവരാണോ എന്ന് ചിന്തിക്കുന്നത് ഇപ്പോഴാണ്. നേരത്തെ പലതവണ പറഞ്ഞിട്ടുണ്ട് ആൾ ദൈവങ്ങളെ കുറിച്ച്, എങ്കിലും ഇത് ഒന്നുകൂടി പറയാതെ വയ്യ. മാതാ അമൃതാനന്ദമയിയുടെ അടുത്ത് പോകുമ്പോ കെട്ടിപ്പിടിച്ചൊരു ആശ്ലേഷവും കയ്യിലൊരു ആപ്പിളോ ഇത്തിരി ഭസ്മമോ ഇത്തിരി പൂക്കളോ ഒക്കെ കിട്ടിയാൽ ജീവിതം സമ്പുഷ്ടമായി എന്ന് ചിന്തിക്കുന്ന ജനങ്ങൾ. കോട്ടയത്തൊരു മഹാകളനുണ്ടായിരുന്നു, തങ്കു ബ്രദർ. അയാളുടെ അടുത്ത് ചെന്നാൽ അയാൾ കൊടുക്കുന്ന എന്തെങ്കിലും ഒരു പൂജാദ്രവ്യം കൊടുക്കലില്ല. എല്ലാം ഫോൺ വിളിച്ച് ലോണും കാര്യങ്ങളും ഒക്കെ ദൈവവുമായിട്ടുള്ള നേരിട്ടുള്ള സംഭാഷണമാണ്. അയാളും അയാളുടെ മകനുമൊക്കെ ദൈവത്തിനെ നേരിട്ട് വിളിച്ച്, ഫോൺ ചെയ്ത് വിളിച്ച് ആ സംഭാഷണത്തിലൂടെ അവർക്ക് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കും. 1 കോടി കൊടുക്കും, 2 കോടി കൊടുക്കും. അങ്ങനെ നാട്ടുകാരുടെ മുഴുവൻ കോടിക്കണക്കിന് പണവുമായി ഇവിടെ നിന്നും UK പോയ ആളാണ് ഈ തങ്കു ബ്രദർ എന്ന് പറഞ്ഞയാൾ. എത്രയോ പേരുടെ പണം ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടാക്കാൻ, കേരളത്തിൽ മുഴുവൻ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടാക്കാനായിട്ട്. ഇങ്ങനെയൊക്കെയുള്ള എല്ലാ മതത്തിലും, ഒരു മതത്തിൽ മാത്രമല്ല, ക്രിസ്ത്യാനിറ്റിയിലല്ല, ഹിന്ദു മതത്തിൽ മാത്രമല്ല, മുസ്ലിം മതത്തിൽ മാത്രമല്ല, എവിടൊക്കെ ഏതെല്ലാം മതങ്ങളുണ്ടോ അതിന്റെ എല്ലാം പേരിൽ തട്ടിപ്പുകൾ അരങ്ങേറുന്നു. അങ്ങനെ ഈ ഭോലെ ബാബ പതുക്കെ പതുക്കെ അയാളുടെ സാമ്രാജ്യം വലുതാക്കാനുള്ള ശ്രമത്തിലേക്ക് കുറച്ച് പെൺകുട്ടികളെയൊക്കെ കൂടെ കൂട്ടുന്നു. അവർ സന്യാസിനിമാരായി കൂടെയിരിക്കുന്നു. അങ്ങനെ അവർ വഴിയും കൂടെയുള്ള അനുചരന്മാർ വഴിയുമൊക്കെ
തനിക്കെന്തോ ദിവ്യശക്തിയുണ്ട് എന്ന് കാണിക്കുന്നു. അങ്ങനെ ശിഷ്യരുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ, ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ, എനിക്ക് ദിവ്യശക്തി ഉണ്ടെന്ന് പറഞ്ഞാൽ, അന്തരീക്ഷത്തിൽ എന്തെങ്കിലും എടുത്ത് കാണിച്ചാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അത്ഭുത പ്രവൃത്തി കാണിക്കുന്ന പോലൊരു നാടകം കാണിച്ചാൽ ആള് പുറകെ വരും, യാതൊരു സംശയവുമില്ല. അങ്ങനെ കൂടെ കൂട്ടിയ ആളുകളിൽ ലക്ഷക്കണക്കിന് അനുയായികളുള്ള ഒരു കള്ളസ്വാമിയാണ് ഈ ഭോലെ ബാബ. അയാൾ നടന്നു പോകുമ്പോൾ അയാളുടെ കാലിന്റെ അടിയിലെ പാവസ്പർശമേറ്റ മണ്ണ് വാരാൻ ആളുകളുടെ വലിയ തിരക്കാ. അയാളുടെ കോണകം കൊടുത്താലും കഴുകിയ വെള്ളം കുടിക്കുന്ന ആളുകളാണ് ആ പുറകെ നടക്കുന്നത്. വേണമെങ്കിൽ അയാളുടെ അമേദ്യം വരെ ഭക്ഷിക്കാൻ ഒരു മടിയും കാണിക്കാത്ത ശിഷ്യഗണങ്ങളാണ് UP-യിൽ ഇപ്പോൾ ഉള്ളത്. ആ ശിഷ്യഗണങ്ങളുമൊക്കെ ഇയാളുടെ പുറകെ നടന്ന് യവനെ പോലെയുള്ള ആളുകളെ ഇവിടെ ദൈവവുമായി വാഴ്ത്തുന്നു. അങ്ങനെ ദൈവത്തിന്റെ കാലിന്റെ അടിയിലെ മണ്ണ് വാരാൻ പോയ ഏതാണ്ട് 130 ആളുകൾ വടിയായത് തന്നെ മിച്ചം. പറയുമ്പോൾ സങ്കടമുണ്ട്. ആളുകൾ മരിച്ചു വീഴുന്നത് ഒരിക്കലും നല്ലതല്ല. പക്ഷേ ഉത്തർപ്രദേശിലുണ്ടായ ഈ സംഭവത്തിന് ഏക ഉത്തരവാദി ഏതാണ്ട് 100 കാറുകളുടെ അകമ്പടിയോടെ സമ്മേളന സ്ഥലങ്ങളിലേക്ക് എത്തുന്ന ഈ സൂരജ് ജയ്പാൽ സിംഗ് എന്ന് പറയപ്പെടുന്ന ഈ ഭോലെ ബാബ. ആ ഭോലെ ബാബയാണ് ഇതിന് പരിപൂർണ ഉത്തരവാദി. അതുമാത്രമല്ല, ആഡംബര വസതിയിലാണ് താമസം. ഏതാണ്ട് 80 മുറികളോളമുള്ള ആഡംബര വസതി ഇയാൾക്ക് 4 എണ്ണമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പരിചരണത്തിന് ഇഷ്ടം പോലെ സ്ത്രീകൾ, കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുവകകൾ. സ്വാമിയായാലും ഉപദേശിയായാലും അവരുടെയൊക്കെ ഉദ്ദേശം ഇതാണല്ലോ, കോടികൾ ഉണ്ടാക്കുക എന്നാണല്ലോ. അതുകൊണ്ട് ഈ ഭോലെ ബാബ സുഖസമൃദ്ധിയിൽ കഴിയുന്നു. ഭരണകൂടങ്ങൾക്ക് വരെ ഭോലെ ബാബയെ പേടിയാണ്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പോലും ഇതുവരെ ഭോലെ ബാബയുടെ പേര് മിണ്ടിയിട്ടില്ല. പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പോലീസ് അന്വേഷിച്ചാൽ ആ അന്വേഷണം എവിടം വരെ എത്തും എന്ന് നമുക്കറിയാം. കാരണം ഭരണതലങ്ങളിൽ പിടിയുള്ള ആളുകളാണ് ഈ പറയുന്ന കള്ള ആൾ ദൈവങ്ങൾ മുഴുവൻ.